നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നടുവണ്ണൂർ മന്നങ്കാവിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ തീപിടുത്തം സമീപവാസികളെ മാറ്റി താമസിപ്പിച്ചു. പലർക്കും ശ്വാസതടസ്സവും ചൊറിയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് സമീപത്തെ മദ്രസയിലേക്കും ബന്ധുവീടുകളിലേക്കും മാറ്റിയത്. നടുവണ്ണൂർ മന്തങ്കാവിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ തീപിടുത്തം സമീപവാസികളെ മാറ്റി താമസിപ്പിച്ചു. ആൾതാമസമുള്ള ജനവാസ കേന്ദ്രത്തിനരികിൽ കഴിഞ്ഞ 3 വർഷമായി ദുർഗന്ധം വമിപ്പിക്കുന്ന ആശുപത്രി മാലിന്യങ്ങളും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും കത്തിക്കുന്നതു കാരണം സമീപവാസികളിൽ ചൊറിച്ചിലും ശരീരത്തിന് പാടും ഉണ്ടായതോടെയാണ് ജനം പരാതിയുമായി എത്തിയത്. ഇവനെ ഇവിടെ ഇത് വെക്കുന്നെന്നും പറഞ്ഞാണ്, വണ്ടി പൊളിക്കുന്നെന്നും പറഞ്ഞാണ് ഓനിത് നടത്തിയത്. അപ്പോൾ ഞാളിതൊന്നും അറിയാലോ, ഓന് എല്ലാ സീറ്റുകളും ഇതൊക്കെ മറിച്ച് കൂട്ടി എല്ലാം ഇതൊക്കെ ഓൻ ചെയ്ത്. പിന്നെ ഞാക്കൂടെ ജീവിക്കുകയും പിന്നെ കവറിൻ്റെ വാസനയൊക്കെ അടിച്ചിട്ട് ഞാക്കൂടെ നിൽക്കാൻ കഴിയുന്നില്ല. ഈ ചെറിയ മക്കളാണ്, നമ്മളതല്ല ജീവിതം അങ്ങോട്ട് പിന്നെ നമ്മൾ നോക്കേണ്ടത്. ഇനിയുള്ള കാലത്ത് നമ്മൾക്ക് ജീവിക്കണ്ടേ? അതിനെക്കൊണ്ട് എന്തായാലും ഇത് എന്തെങ്കിലും ആക്കി നിർത്തേ, എന്തെങ്കിലും ഒന്ന് ഇതിൻ്റെ പേര് CP എൻ്റർപ്രൈസസ് എന്നാണ് ഇപ്പം നിലവിലുള്ള പേര്. പക്ഷെ ഇത് ഞങ്ങളിവിടെ ഒരു 10-15 കുടുംബം ഇതിൻ്റെ ചുറ്റുപാട് താമസിക്കുന്നവരുണ്ട്. ഇയാൾ ആദ്യം ഞങ്ങളോട് പറഞ്ഞത് പറഞ്ഞാൽ ആക്രി സാധനം, അതായത് വണ്ടിയെല്ലാം പഴയ വണ്ടികളെല്ലാം എടുത്തു കൊണ്ടുവന്ന് ഇവിടെ വെച്ച് പൊളിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വേറെ ഒന്നും ഇവിടെ നടക്കുക, എങ്ങനെ ഉപദ്രവമുള്ള ഒരു സംഗതി ഇവിടെ കൊണ്ടുവരില്ല. ഇന്നലെ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ നീ ബംഗാളികളൊന്നും ഉൾപ്പെടുത്താതെ പണിക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകളുണ്ട്, ഇവരെ വിളിക്കണം. അത് നാട്ടുകാരെ വിളിക്കുന്നതാണ്. അപ്പം പിന്നെ ഒരു ദിവസം ഇപ്പം പ്ലാസ്റ്റിക് കൊണ്ടുവന്നു. അപ്പം ഞങ്ങളെല്ലാം ചോദിച്ചു, അല്ല സുബേര നീ എല്ലാം പറഞ്ഞ് വണ്ടി പൊളിക്കുക, അത് ചെറിയൊരു ഇത് ഉണ്ട്, അതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കുറഞ്ഞൊരിത് മാത്രമേ, വേറെ കത്തിക്കുന്നൊന്നുമില്ല എന്നാണ്. അതിനുശേഷം പിന്നെ പല സ്ഥലത്തുനിന്ന് പഞ്ചായത്ത് വകയുള്ളതും ആശുപത്രി വേസ്റ്റ് MMC പോലുള്ള പല ആശുപത്രി വേസ്റ്റുകളും ഇവിടെ കൊണ്ട് ചേർക്കുകയും അത് പിന്നെ നാട്ടുകാരെല്ലൊത്ത് ഭയങ്കര ഒരു സമരം നടത്തി. ആ സമരം പിന്നെ വിജയിച്ചില്ല. ഈ ചുറ്റുവട്ടത്തെ ഈ മന്നങ്കാവ് പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും 100-400 ആളുകൾ പങ്കെടുത്ത സമരം നടത്തിയിരുന്നു. ആ സമരം പിന്നെ അത് വിജയിച്ചില്ല. അപ്പം വീണ്ടും ഇത് എന്താണെന്നാൽ വീണ്ടും ഇത് നല്ലൊരു പ്രവർത്തനം വീണ്ടും തുടങ്ങിയത് ഈ കഴിഞ്ഞ ദിവസം തന്നെ മെനഞ്ഞാന്ന് ഇവൻ ചെയ്ത പണി എന്താണെന്ന് പറഞ്ഞാൽ, ഇവൻ മൊത്ത സാധനം ആശുപത്രി വേസ്റ്റുകളെല്ലാം എടുത്തു കൊണ്ടുവന്നിട്ട് ഇവന് പറ്റിയ സാധനങ്ങളെല്ലാം ഇവൻ്റെ ഗോഡൗണിലേക്ക് മാറ്റി ഇത് മറ്റുള്ള സാധനങ്ങൾ എവിടെയും കൊണ്ട് സംസ്കരിക്കാനില്ല. തീപിടുത്തത്തെ തുടർന്ന് 15ഓളം കുടുംബങ്ങൾ മന്തങ്കാവിലെ മദ്രസയിലേക്കും ബന്ധുവീട്ടിലേക്കും താമസം മാറ്റിയതായി സമീപവാസികൾ പറഞ്ഞു. ബംഗാളികളെ കൊണ്ട് തീ കൊണ്ടിച്ചു. അപ്പോൾ ഒന്നായിട്ട് കത്തി. ഇപ്പം വേണ്ടപ്പെട്ട അധികാരികളെല്ലാം ഞങ്ങളെ അറിയിച്ച് അവരെല്ലാം വന്ന് റവന്യൂ വകുപ്പും അതുപോലെ തന്നെ പിന്നെ ആശുപത്രിയിൽ നിന്നുള്ള ആളുകളെല്ലാം എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇവിടെ എത്തി. അപ്പം അതിൻ്റെ ഒരു ഇവിടെ മീറ്റിംഗ് കൂടി. അപ്പോൾ എല്ലാവരും പിന്നെ ഈ സ്ഥലത്ത് നിന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ്. ഇവിടെ ഇപ്പം മന്നങ്കാവ് ഒരു മദ്രസയിലാണ് ഞങ്ങളെല്ലാം താമസിക്കുന്നത്. ഭക്ഷണ സാധനങ്ങളെല്ലാം ഇത് കുളിക്കാനും അലക്കാനും മാത്രം ഇങ്ങോട്ട് വരും. ഇത്രയാണ്. പിന്നെ അതിനുശേഷം ഇന്നലെ ഇവിടെ നല്ലൊരു യോഗം നടന്നിരുന്നു, പ്രതിഷേധ യോഗം ഈ ജവനിയുക്കിൽ വെച്ചിട്ട്. ആ പ്രതിഷേധ യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. ആ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പറഞ്ഞത് ഇത് നിർത്തിയേ പറ്റൂ, ജനങ്ങൾക്ക് ഉപദ്രവമായിട്ട് ഉള്ളൊരു സംഗതി തുടങ്ങരുത്, അതിനനുവദിക്കാൻ പാടില്ല. ഇനി അങ്ങനെയാണ് എന്ത് ചെയ്യുന്നതിനാൽ ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷം വീണ്ടും പ്ലാസ്റ്റിക് വണ്ടി കൊണ്ടുവന്ന് അപ്പം പിന്നെ ഇവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള ആളുകളെല്ലാവരും പോയി തടഞ്ഞങ്ങനെ പിന്നെ പഞ്ചായത്ത് സെക്രട്ടറിനെ വിളിച്ചു. ഇപ്പോൾ 2 വണ്ടി പോലീസ് വന്ന് അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം വന്ന് അപ്പം വണ്ടി പുറത്തേക്ക് എടുക്കണമെന്നാണ്. അങ്ങനെ അവിടെ അടിയും പിടിയും മെമ്പർക്ക് ഈ നടുവണ്ണൂർ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് സുജ പി അവളെ അടി ഒന്ന് എനിക്ക് കിട്ടിയെന്ന് മകന് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ 2 ആൾക്ക് വേറെയും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നതിനാൽ അന്നേരം തന്നെ ആശുപത്രിക്ക് പോയി കാണിച്ച്. അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെയാണ് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞത്. അപ്പം ഇത് എത്രയും പെട്ടെന്നൊന്ന് നീക്കം ചെയ്യണമെന്നുള്ളത് വേണ്ടപ്പെട്ട അധികാരികൾക്കെല്ലാം കൊടുത്തു. ഞങ്ങൾ MLA സച്ചിൻ ദേവ് ഇന്നലെ ഇവിടെ വന്നിരുന്നു. അയാൾ വീടുകളെല്ലാം സന്ദർശിച്ച് മറ്റേ ക്യാമ്പിൽ പോയിരുന്നു. ക്യാമ്പിലെ അവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം കണ്ട്
സംസാരിച്ച് നമുക്ക് കളക്ടറായിട്ട് സംസാരിച്ചിട്ട് ഇതിന് പരിഹാരം ഉണ്ടാവും എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. ഓക്കെ. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രം ജനവാസ കേന്ദ്രത്തിൽ നിന്നും മാറ്റണമെന്ന് സമീപവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.